കുട്ടികളുടെ നഗ്നചിത്രം പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടികളുമായി കൊല്ലം റൂറൽ പോലീസ്. അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച 18 മൊബൈൽ ഡിവൈസുകൾ പിടിച്ചെടുത്തു. ഡിവൈസുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ജയശങ്കർ കൊട്ടാരക്കൽ ചേർന്നു. ജയശങ്കർ, വിശദാംശങ്ങൾ. അതായത് സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായാണ് കൊല്ലം റൂറൽ പോലീസ് ഇത്തരത്തിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും അത് കാണുകയും ചെയ്തു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ 18 മൊബൈൽ ഫോണുകൾ നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ പോലീസ് വളരെ രഹസ്യമായാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്. കൊട്ടാരക്കര, പുനലൂർ, അഞ്ചൽ, ചിതറ, കടക്കൽ ഉൾപ്പെടെ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് SHOമാരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ പരിശോധന. ഇതിന്റെ ഭാഗമായാണ് നിലവിൽ ഇത്തരത്തിൽ പ്രാഥമികമായി കുട്ടികളുടെ ദൃശ്യങ്ങൾ, അശ്ലീല ദൃശ്യങ്ങൾ ഉപയോഗിച്ചു, ഡൗൺലോഡ് ചെയ്തു, കണ്ടു എന്നിങ്ങനെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 18 മൊബൈൽ ഡിവൈസുകൾ നിലവിൽ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. കേസെടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും എതിരെ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ തിരുവനന്തപുരത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. അതിനുശേഷമായിരിക്കും കേസെടുക്കുക എന്നാണ് നിലവിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. എന്തായാലും പോലീസ് വളരെ കാലമായി ചില മൊബൈൽ ഫോണുകൾ റൂറൽ പോലീസ് കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തിക്കൊണ്ട് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തത്. എന്തായാലും ശാസ്ത്രീയ തെളിവുകൾ കൂടി ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ കസ്റ്റഡിയിൽ ഉണ്ട് എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഔദ്യോഗികമായി പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. കാരണം പോലീസിനെ സംബന്ധിച്ച് ഇതിലെ ശാസ്ത്രീയ തെളിവ് ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ ശാസ്ത്രീയ തെളിവ് കൂടി ശേഖരിച്ച ശേഷമായിരിക്കും FIR ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സാങ്കേതികമായി കിടക്കുക. എന്തായാലും ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ. ഒപ്പം തന്നെ ജില്ലാ റൂറൽ പോലീസ് മേധാവി വ്യക്തമാക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ വരും ദിവസങ്ങളിലും തുടരും. റൂറൽ പോലീസ് ജില്ലയിൽ ഇത്തരത്തിൽ കുട്ടികളുടെ ദൃശ്യങ്ങൾ, അശ്ലീല ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണുകയും ഉപയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം നടത്തുന്നുണ്ട്. സൈബർ പോലീസ്, റൂറൽ ജില്ലയിലെ സൈബർ പോലീസും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നു. എന്തായാലും സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായാണ് റൂറൽ പോലീസ് ഈ നടപടി. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ ഇന്ന് കൊല്ലം റൂറൽ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 18 മൊബൈലുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. നിലവിൽ ആർക്കെതിരെയും കേസെടുത്തതായി വ്യക്തതയില്ല.